ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധി സഹോദരമായിട്ട് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനവുമായിരിക്കാൻ, വചനത്തിൽ നിന്ന് ദൈവം തന്ന ചില ചിന്തകൾ ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എസ്തറിൻ്റെ പുസ്തകം എന്ന 2-ാം അധ്യായത്തിൽ നിന്ന് ദൈവം തന്ന ചില ചിന്തകൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസക്കാലം 1-ാം അധ്യായത്തിൽ നാം കണ്ടത് വസ്തി രാജ്ഞിയുടെ അനുസരണക്കേടും രാജാവിന് വസ്തി രാജ്ഞിയോടുണ്ടായ അത് മുഖാന്തരം ഉണ്ടായ കോപവും അത് മുഖാന്തരം ഉണ്ടായ ചില കൽപ്പനകളെക്കുറിച്ചുമാണ്. ഈ 2-ാം അധ്യായം ആരംഭിക്കുന്നത് അതിൻ്റെ ശേഷം അഹശ്വേരോശ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ വസ്തി രാജ്ഞി തൻ്റെ രാജസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനായിട്ട് രാജാവ് തീരുമാനമെടുത്തതിന് ശേഷം വളരെ പെട്ടെന്നല്ല എസ്തർ രാജ്ഞിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പുതിയൊരു രാജ്ഞിക്ക് വേണ്ടിയുള്ള ആ ഒരു തിരച്ചിൽ ആരംഭിക്കുന്നത്. ഈ രാജാവിൻ്റെ ക്രോധം ഏകദേശം നമ്മൾ ആ എസ്തർ രാജ്ഞി രാജ്യത്വമേൽക്കുന്നതും അതുപോലെ തന്നെ വസ്തി രാജ്യം നീക്കം ചെയ്ത കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം 5 വർഷത്തിൻ്റെ ഒരു ഇടവേള അവിടെ കാണുന്നുണ്ട്. ഏകദേശം 5 വർഷത്തോളം കോപം നിലനിന്നതിന് ശേഷമാണ് പുതിയൊരു രാജ്ഞിയെക്കുറിച്ച് രാജാവ് ചിന്തിക്കുന്നത്. പലപ്പോഴും ഈ കോപം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നീരസം നിലനിൽക്കുന്നത്, ക്രോധം നിലനിൽക്കുന്നത് അതുപോലൊരു അപമാനമോ വേദനയോ ഹൃദയത്തിൽ തട്ടുമ്പോഴാണ് ആ ഒരു തലത്തിലുള്ള കോപം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം നാം സ്നേഹിക്കുന്നവരിൽ നിന്നോ അല്ലെ മറ്റുള്ളവരിൽ നിന്നോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു തലത്തിലുള്ള കോപം നിലനിൽക്കാനോ ക്രോധം നിലനിൽക്കാനുള്ള സാഹചര്യങ്ങളുള്ളത്. പക്ഷേ ഒരിക്കലും ഈ നിലനിൽക്കുന്ന കോപവും ക്രോധവും ഒന്നും നമ്മുടെ അനുഗ്രഹത്തിന് നല്ലതല്ല, അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ പലപ്പോഴും അത് തടയുന്നതിന് കാരണമാകുന്നുണ്ട്. 95-ാം സങ്കീർത്തനം വായിക്കുമ്പോഴും എബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ അതിലെ 3-ാം അധ്യായം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ദൈവത്തിന് തൻ്റെ ജനമായ ഇസ്രായേലിനോട് അവരുടെ അനുസരണക്കേടും ദൈവത്തെ അവർ പരീക്ഷിച്ചതിനാലും 40 ആണ്ട് ആ തലമുറയോട് നീരസമുണ്ടായി എന്ന് കാണുന്നുണ്ട്. അവിടെ ദൈവം തൻ്റെ സ്വന്തം ജനമായി വളരെ സ്നേഹിക്കുന്ന തൻ്റെ സ്വന്തമായ ജനമായ ഇസ്രായേലിനെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് അവർക്ക് സ്വസ്ഥതയും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കുമ്പോൾ അവർക്ക് അതിനെ പ്രാപിക്കാൻ കഴിയാത്ത ഒരു തലം അവിടെ കാണുന്നുണ്ട്. 40 ആണ്ട് ആ തലമുറയോടെ നീരസമുണ്ടായി. ദൈവം നമുക്ക് വാഗ്ദത്തമായി നൽകിയതാണ് നമ്മുടെ കുടുംബം, കുടുംബജീവിതം, കുടുംബത്തിലെ സ്നേഹം, കുടുംബത്തിൻ്റെ സമാധാനം, കുടുംബത്തിലെ അനുഗ്രഹങ്ങൾ. ഇതെല്ലാം ദൈവിക വാഗ്ദത്തം നമുക്ക് ഈ ഭൂമി തന്നിരിക്കുന്നതാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ കോപം അതും നമ്മുടെ മേലുണ്ടായിരിക്കുമ്പോഴും ചിലപ്പോൾ നല്ല കുടുംബജീവിതത്തിലെ ചില നീരസങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ നിലനിൽക്കുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ അതില്ലാതാക്കും. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, അത് നമ്മുടെ തലമുറകളിലേക്കും അതിൻ്റെ എഫക്റ്റ് ബാധിക്കാനായിട്ട് ഇടയാവുന്നുണ്ട്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം, ഒരു സ്വസ്ഥതയാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥതയാണ്. ഇത് ദൈവമാണ് നമുക്ക് നൽകേണ്ടത്. ഈ സ്വസ്ഥത കർത്താവിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ മത്സര മനോഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കുമ്പോൾ നാം സ്വസ്ഥമായ ഒരു ക്രിസ്തീയ ജീവിതവും കുടുംബജീവിതവും നയിക്കാനിടയാവും. ഈ നിലനിൽക്കുന്ന ക്രോധം, നീരസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന് 3 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ നാം ദൈവത്തിൻ്റെ ഭവനമാണ്. നമ്മെ ചമച്ചവന് നമ്മളെക്കാൾ നമ്മുടെ ജീവിതത്തിൽ അധികം മാനവുമുണ്ട്, അതുപോലെ തന്നെ അധികം അധികാരവുമുണ്ട്. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഹോദരന്മാരായ നമുക്ക് ഈ തലത്തിൽ വരുന്ന ക്രോധവും നീരസവും വളരുവാനിടയാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള അവസ്ഥകളെ ഒഴിവാക്കുവാൻ നാം പലപ്പോഴും ശ്രദ്ധിക്കണം. ദൈവത്താൽ നൽകപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സ്ഥാനങ്ങളെ നഷ്ടപ്പെടുത്താതെ, വസ്തിരാജ്ഞിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സ്ഥാനം ലഭിച്ചതാണ്. പക്ഷേ അനുസരണക്കേടും ആ ഒരു മത്സരഭാവവും ആ താഴ്മയില്ലാത്ത അനുഭവമാണ് ആ ഒരു സ്ഥാനത്തെ ഇല്ലാതാക്കാൻ കാരണമായത്. ദൈവത്താൽ നൽകപ്പെട്ട നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ സ്ഥാനങ്ങളെ നഷ്ടപ്പെടുത്താതെ നല്ല സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.